ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വളരെ കൃത്യമാണ്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ പോലീസ് നടപടിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്, സമ്പൂർണമായി തള്ളി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള ആ സന്ദേശം തന്നെയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൈക്കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റം അന്ന് രാജിവെക്കാനിടയായ സാഹചര്യം അത് അതിനേക്കാളും ഗൗരവത്തോടുകൂടി ഇപ്പം നിലനിൽക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികതയുടെ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ CPM ആകട്ടെ അദ്ദേഹമാകട്ടെ CPM അദ്ദേഹത്തോട് രാജിവെപ്പിക്കണം. രാജിവെക്കില്ല എന്നുള്ളത് ആ നിലപാട് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. കറക്കം നിൽക്കാതെ കൊടച്ചക്രം. കുടയുമായി ബന്ധമില്ലാത്തൊരു കുടച്ചക്രമുണ്ട്, തറച്ചക്രമെന്ന് ചിലയിടത്ത് പറയും. ഉത്സവകാലത്ത് പടക്കത്തിന് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ അപകടമില്ലാത്ത സാധനമെന്ന തോന്നലിൽ ആ കുടച്ചക്രം വാങ്ങാൻ സമ്മതിക്കുന്ന മാതാപിതാക്കൾ മന്ത്രി സജി ചെറിയാൻ്റെ മുന്നിലെങ്ങും ചെന്ന് പെടാതിരുന്നാൽ കൊള്ളാം. കുടച്ചക്രം ഗുണ്ടിനേക്കാൾ മാരകശേഷിയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കക്ഷി. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഭരണഘടനാ പ്രസംഗത്തിൽ കുന്തവും കുടച്ചക്രവും കയറിപ്പോയത് തൊട്ട് തുടങ്ങിയ ഏനക്കേടാണ്. ഒരു വട്ടം സംഗതി കേസായി രാജിവെച്ചതാണ്. എല്ലാം കത്തിത്തീർന്നെന്ന് കരുതി മന്ത്രിക്കസരയിൽ കാല് നീട്ടി രണ്ടാമതും ഇരുന്നൊന്ന് ശ്വാസമെടുക്കുമ്പോഴേക്കും ദാ വരുന്നു, കറങ്ങിക്കറങ്ങി വീണ്ടും കാലിനടിയിലേക്ക് വരികയാണ് കുടച്ചക്രം. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് സജി ചെറിയാനും മന്ത്രിയായത്. പക്ഷേ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും പറയും. എന്നാൽ ഞാൻ പറയും, ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വച്ചു. ഇതിൻ്റെ മുക്കിന് മൂലയിലും മതേതരത്വം, ജനാധിപത്യം, കുന്തം, കൊടച്ചക്രം എന്നിങ്ങനെ എഴുതി വെച്ചെന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്ന് മാത്രമാണ് ഉദ്ദേശം. മന്ത്രി പറഞ്ഞതിൽ ഭരണഘടനയോട് എന്തെങ്കിലും ബഹുമാനക്കുറവുണ്ടെന്ന് തിരിച്ചും മറിച്ചും പരിശോധിച്ച പോലീസിന് തോന്നിയില്ല. കയ്യിൽ കിട്ടുന്നവരെ ബഹുമാനിക്കുന്ന രീതി നോക്കുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാരം എന്നും കരുതിയിട്ടുണ്ടാവാം. ശുംഭന്മാർ എന്ന ജഡ്ജിമാരെ ബഹുമാനിച്ച CPM നേതാവ് MV ജയരാജനോട് വിദഗ്ധാഭിപ്രായം തേടിയിട്ടുണ്ടാവാം. എന്തായാലും പറഞ്ഞതൊന്നും കൊള്ളാവുന്ന സംഗതിയായി ഹൈക്കോടതിക്ക് തോന്നിയിട്ടില്ല. അതാണിപ്പോൾ വീണ്ടും കുന്തമാകുന്നത്. മന്ത്രി രാജിവെക്കണമെന്ന് വീണ്ടും ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഇതേ കേസിൽ ഒരു വട്ടം രാജിവെച്ചതുകൊണ്ടാണ് സജിക്കും പാർട്ടിക്കും ഒരു മടി. ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ് അന്ന് രാജിവെച്ചത് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. സംഗതിക്ക് ഇത്ര ഭാരമുണ്ടെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ്. കുറച്ചുകാലം ഉയർത്തിപ്പിടിച്ചതോടെ ക്ഷീണിച്ചു. താഴത്ത് വച്ച് ഒന്ന് നടുനിവർത്തുമ്പോഴേക്കും വീണ്ടും തുടങ്ങുകയാണ് ബഹളം. എന്തൊരു കുന്തം!